ഒരാൾ രക്തസാക്ഷിയായെന്ന് തന്നെ പറയാം. അയാളെ കൊല്ലാൻ കൊടുത്തതാണ്. ബേസിക് സെക്യൂരിറ്റി സേഫ്റ്റി ഇല്ലാതെ ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട് എവിടെയും, ലോകത്തെവിടെയും. നമ്മൾ ഈ പറയുന്ന മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കളിയാക്കരുത്. തായ്ലൻഡ് എന്ത് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല. തായ്ലൻഡില് ഞാൻ കൂടുതൽ സമയം അവിടെ പോകുന്നതുകൊണ്ട് എനിക്കറിയാം. തായ്ലൻഡിൽ അവിടെ ജീവിച്ചുകൊണ്ട് അറിയാം. തായ്ലൻഡിൽ രാത്രി 10 മണിക്ക് റോഡ് പണി തുടങ്ങിയാൽ രാവിലെ 5 മണിക്ക് ടാറിട്ട് തീരും. ഇവിടെ എന്താ ചെയ്യുന്നത്? റോഡ് പൊട്ടിപ്പൊളിച്ച് മൊത്തം ഇടും. ഇട്ടിട്ട് അത് റിവൈസ് എസ്റ്റിമേറ്റ് എടുക്കും. ആ റിവൈസ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിന്റെ എന്താണ് കമ്മീഷൻ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുക്കും. ആ റോഡ് 4 മാസം തൊട്ട് 6 മാസം വരെ പൊട്ടിച്ചിടും. ഇതേ കാര്യമാണ് ഈ തോട്ടിലും സംഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കോൺട്രാക്ടർമാരും ഇതിൻ്റെ അകത്ത് കോർപ്പറേറ്റ് പിന്നെ മറ്റുള്ളവരുടെ ഒരു നെക്സസ് ആണ്. ആ നെക്സസ് വരുന്നത് കൊണ്ടാണ് ബ്രഹ്മപുരത്ത് തീ കത്തിയത്. ഈ പ്രശ്നം ഈ ഈ ജോയിയെ നമ്മൾ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യത്തില്ല. ചർച്ച ചെയ്യൂ? ആരും ചർച്ച ചെയ്യത്തില്ല. ഇത് റെയിൽവേയുടെ പ്രശ്നമുണ്ട്, കോർപ്പറേഷന്റെ പ്രശ്നമുണ്ട്, കോർഡിനേഷന്റെ പ്രശ്നമുണ്ട്. അപ്പം ഇത് ചീഫ് സെക്രട്ടറി ലെവലിലും ചീഫ് മിനിസ്റ്റർ ലെവലിലും കേരളത്തിൽ മൊത്തം ഈ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമല്ല, പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല. കേരളത്തില് പ്ലാനിംഗ് ബോർഡിനെ ഞാൻ വായിക്കുമായിരുന്നു, മനോഹരമായ റിപ്പോർട്ട് ടുവേഴ്സ് എ ക്ലീൻ കേരള. പക്ഷേ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മൾ നോട്ടുണ്ടാക്കും, നമ്മൾ കാര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോഴും 1-ാം ക്ലാസ്സിൽ തൊട്ട് തായ്ലൻഡിലോ 1-ാം ക്ലാസ്സിൽ തൊട്ട് ക്ലീൻനെസ് അവരെ പഠിപ്പിക്കും. വീട്ടിലെങ്ങനെ ക്ലീൻ ആയിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ ക്ലീൻ ആയിരിക്കണം. നമ്മൾ ഒരു മുട്ടായി തിന്നാൽ അതിന്റെ എന്താ പറഞ്ഞേ പേപ്പർ നമ്മൾ വലിച്ചു കയറത്തില്ല. അത് പോക്കറ്റിൽ വെച്ചിട്ട് എവിടെ ഒരു വേസ്റ്റ് ബിൻ കിടക്കുന്നു അവിടെ. കേരളത്തിൽ വേസ്റ്റ് ബിൻ കൾച്ചർ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് ഈ ബ്രഹ്മപുരവും ഇന്ന് കണ്ട ദുരന്തവും പണ്ട് ഡ്രെയിനേജ് ദുരന്തവും ഇതെല്ലാം കണക്റ്റഡാണ്. നമ്മുടെ തോടുകളും ആറുകളും എങ്ങനെ മലിനമാകും? ഹരിത കേരളം എന്ന് നമ്മൾ പറഞ്ഞു. എന്ത് ഹരിത കേരളം? നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് വി കെ പ്രശാന്ത്, ഇപ്പോഴത്തെ എം എൽ എ വി കെ പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് കുറെ കൂടി വികേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാനൊക്കെ തിരുവനന്തപുരം നഗരത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ആരും ശ്രദ്ധിക്കാത്തൊരു ടണലിലാണ് ഈ മാലിന്യം അടിഞ്ഞുകൂടുന്നത്. കുറെ കൂടി ശ്രദ്ധ കിട്ടുന്ന സ്ഥലത്ത് ഇതുണ്ടാവുന്നില്ല. അതിന് 2 സാധ്യതയാണുള്ളത്. ഒന്നുകിൽ അവിടെ കൊണ്ടുപോയി ആളുകൾ മാലിന്യം തള്ളുന്നുണ്ട്, അതല്ലെങ്കിൽ റെയിൽവേയുടെ തിരുവനന്തപുരം പോലെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ വരുന്ന മുഴുവൻ മാലിന്യങ്ങളും റെയിൽവേ അവിടെ ഡംപ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമൊരു സാധ്യതയല്ലേ അവിടെ ഉള്ളത്? 2 സാധ്യതയുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ. ഇത് ഒരു കാര്യം, ഇതാരും കാണാത്തതല്ല സുഹൃത്തെ. തിരുവനന്തപുരത്തൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. തിരുവനന്തപുരത്തെ ഓരോ എന്താ പറഞ്ഞ ഡ്രെയിനേജും, ഓപ്പൺ ഡ്രെയിനേജും കൊണ്ട് അല്ലാത്തതുണ്ട്, ഈ തോടുകളും കനാലുകളുണ്ട്. നമ്മൾ ഒരു ഓഡിറ്റ് നടത്ത്. ഇതാരും കാണാത്തതല്ല. ഇതെല്ലാവരും, റെയിൽവേ ഇതിൻ്റെ അകത്ത് പ്രതിയാണ്, നമ്മുടെ നാട്ടുകാർ ഇതിൻ്റെ അകത്ത് പ്രതിയാണ്, കോർപ്പറേഷൻ ഇതിൻ്റെ അകത്ത് പ്രതിയാണ്. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ കാലഷ് ആറ്റിറ്റ്യൂഡ്. ദേ ഡോണ്ട് കെയർ ടിൽ എ ഡിസാസ്റ്റർ ഹാപ്പൻസ്. ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ മാൻമേഡ് ഡിസാസ്റ്റർ ആണ്. ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസാസ്റ്റർ ഓഫ് അവർ ഗവർണൻസ് സിസ്റ്റം. കാരണം അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമില്ല. നാട്ടുകാർക്ക് സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഞാൻ എത്രയോ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പം പിന്നെ കുപ്പി വലിച്ചെറിയുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ. നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളം മേടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, നിങ്ങൾ കുമരകത്ത് പോകും, നിങ്ങൾ വയനാട്ടില് ചുരത്തിലോട്ട് പോയി നോക്ക്, നിങ്ങൾ പൊന്മുടിയിൽ നോക്ക്, ടൺ കണക്കിനാണ് ഈ സാധനം കിടക്കുന്നത്. നിങ്ങൾ ഓരോ ആറിലും പോയി നോക്ക്. അപ്പൊ ഇത് ഈ ഒരു ഇന്ന് ചർച്ച നടത്തി നമ്മളെല്ലാം നാളെ വീണ്ടും ബിസിനസ് ആസ് യൂഷ്വൽ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അത് അല്ലേ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നു, നാളെ ഒരു സെമിനാർ നടത്തും. ഞാനും സെമിനാർ നടത്തി ഈ കഴിഞ്ഞ പ്രാവശ്യം. ഈ ബ്രഹ്മപുരം കഴിഞ്ഞ ദിവസം ഞാനും വലിയൊരു സെമിനാർ തിരുവനന്തപുരത്ത് നടത്തി. ഈ സിവിക് സെൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേരത്തെ വലിയൊരു സെമിനാർ നടത്തി, എല്ലാവരെയും വിളിച്ചു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രം സെമിനാർ ടു ആക്ഷൻ നടക്കാത്തതെന്ന് പറഞ്ഞാൽ there is a total lack of coordination. പ്രശ്നം വരുമ്പം we point fingers to each other.